നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്നത്തെയും പോലെ സെൻറ്റൻസുകൾ മലയാളം സെൻറ്റൻസ് പറഞ്ഞ് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേഷനല്ല, 2-3 പ്രാവശ്യമായിട്ട് കമൻറ്റ് സെഷനിൽ വന്ന ഒരു അഭിപ്രായം അനുസരിച്ച് ഒരു ഹിന്ദി സോങ്ങിൻ്റെ ടഫ് വേർഡ്സിൻ്റെ മലയാളം മാത്രമാണ് ഞാനിന്ന് പറയുന്നത്. എനിക്കത് ട്യൂണിലൊന്നും പറയാൻ അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ ആ വേർഡ്സ് സെൻറ്റൻസ് വായിച്ചിട്ട് അതിൻ്റെ ഏകദേശം ഒരു അർത്ഥം പറയാം. അപ്പം നിങ്ങൾക്കത് സ്വയം വായിച്ച് പിന്നെ പാടാൻ അറിയുന്നവർക്കാണെങ്കിൽ പാടാം, അല്ലെങ്കിൽ കേട്ട് അർത്ഥം മനസ്സിലാക്കി നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യുവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം, ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് മുമ്പോട്ട്. ഫിലിമിൻ്റെ പേര് ദിൽ തുജ്കോ ദിയ. ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സ്, തുജ്കോ ദിയ നിനക്ക് തന്നു, ദിൽ തുജ്കോ ദിയ ആ ചിത്രത്തിൽ നിന്നുള്ള ഒരു സോങ്ങാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ലതാജി എന്ന് വിളിക്കുന്ന ലതാ മങ്കേഷ്കർ പാടിയ വാദാനത്തോട് എന്ന ഒരു സോങ്ങാണ്. അതിലെ കുറച്ച് മീനിങ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. വാദാനത്തോട് എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ലംഘിക്കരുത്. വാദ എന്ന് പറഞ്ഞാൽ പ്രോമിസ്, വാദാനത്തോട് തോടിനാന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക അല്ലെങ്കിൽ ലംഘിക്കുക എന്നുള്ളതാണ്. വാദാനത്തോടെന്ന് പറഞ്ഞാൽ വാഗ്ദാനം ലംഘിക്കരുത്, പ്രോമിസ് ലംഘിക്കരുത്, ബ്രേക്ക് ചെയ്യരുത്. വീണ്ടും പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. തു വാദാനത്തോട്. തു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. നിങ്ങൾ വാഗ്ദാനം ലംഘിക്കരുത്, നീ വാഗ്ദാനം ലംഘിക്കരുത്. ഈ സോങ്ങിനകത്ത് ഒരുപാട് പ്രാവശ്യം ലൈനുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കതിലെ ഓരോ ഇങ്ങനെ റെപ്പറ്റീഷൻ ഉള്ളത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയല്ലോ. ബാക്കി നിങ്ങളതിൻ്റെ ലിറിക്സ് എടുത്ത് വെച്ചിട്ട് സ്വയം വായിച്ച് മനസ്സിലാക്കണം. പിന്നെ അതിൽ ടഫായിട്ടുള്ള ഒരു ലൈൻ എന്ന് പറയുന്നത് മേരി ചടുത്തി ജവാനി തടുപ്പേ. ജവാനി എന്ന് പറഞ്ഞാൽ ചെറുപ്പം അല്ലെങ്കിൽ ചടുത്തി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കയറുക എന്നുള്ള പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ വളർന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പം അല്ലെങ്കിൽ യുവത്വം. തടുപ്പേ തടപ്പിനാന്ന് പറഞ്ഞാൽ വെമ്പൽ കൊള്ളുക, ത്രസിക്കുക. തടപ്പേ എന്ന് പറഞ്ഞാൽ അപ്പോൾ വെമ്പൽ കൊണ്ടുന്നു. മേരി ചടുത്തി ജവാനി തടുപ്പേ, എൻ്റെ വളർന്നു വരുന്ന യുവത്വം വെമ്പൽ കൊള്ളുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഈഗർനെസ് ഓഫ് യൂത്ത് എന്ന ഒറ്റ വാക്കിലൊന്ന് പറയാം. ഇംഗ്ലീഷിൽ പറയുമ്പം ചെറുപ്പക്കാരുടെ ആ ഒരു ഈഗർനെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈനാണത്. മേരി ചട്തി ജവാനി തടുപ്പേ. പാട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും, വായിക്കാൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഇനി അടുത്തത് തു മുഹ്ന മോഡ്. മുഹ്ന മോഡെന്ന് പറഞ്ഞാൽ നീ മുഖം തിരിക്കരുത്. മോഡിന എന്ന് പറഞ്ഞാൽ തിരിക്കുക അല്ലെങ്കിൽ മാറ്റുക. തു മുഹ് ന മോഡ്, നീ മുഖം തിരിക്കരുത്. അടുത്തത് നീന്ത് ഹമാരി പിയാ തൂനെ ചുരായി. നീന്ത് എന്ന് പറഞ്ഞാൽ ഉറക്കം, നീന്ത്. ഹമാരി എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നുള്ളത് ഇച്ചിരി പ്ലൂറലായിട്ട് പറയുന്നത്, ഞങ്ങളുടെ ഒരാളുടെ തന്നെ പറയുന്നത്. നീന്ത് ഹമാരി പിയാ തൂനെ ചുരായി. പിയ എന്നുള്ള വാക്ക് നമ്മൾ സ്നേഹത്തോടെ സംബോധന ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. തൂനെ ചുരായി, തൂ നീയ, നീ ചുരായി എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചു അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി. അതിൻ്റെ അർത്ഥം നീ കാരണം എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അത് പറയാനാണ് നീന്ത് ഹമാരി പിയാ തൂനെ ചുരായി, നീ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ മോഷ്ടിച്ചെടുത്തു. അടുത്തത് നോക്കാം. കഹാം ചുപാ ഹേ പിയാ തൂഹേ ഹർജായ്. കഹാൻ ചുപാ ഹേ, എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്. പിയാന്ന് സ്നേഹത്തോടെ വിളിക്കുക. കഹാൻ ചുപാ ഹേ, എവിടാണ് ഒളിച്ചിരിക്കുന്നത്. തൂഹേ ഹർജായി. ഹർജായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തയാൾ, അൺഫെയ്ത്ത്ഫുൾ നമ്മൾ പറയത്തില്ലേ. തൂഹേ ഹർജായി. അടുത്തത് കോയി നഹി ഹേ എന്ന് പറഞ്ഞാൽ ആരുമില്ല. കോയി നഹി ഹേ, ആരുമില്ല. തേരേ മേരേ ബിൻ യഹാം പേ. തേരേ മേരേ ബിൻ എന്ന് പറഞ്ഞാൽ തേരേ മേരേ ബിന എന്നുള്ള അർത്ഥം തന്നെ, നീയും ഞാനും അല്ലാതെ. യഹാം പേ എന്ന് പറഞ്ഞാൽ യഹാം പർ എന്നുള്ള അർത്ഥം തന്നെ ഇവിടെ. തേരേ മേരേ ബിൻ യഹാം പേ, നീയും ഞാനും അല്ലാതെ ഇവിടെ. കോയി നഹി ഹേ, ആരുമില്ല. അടുത്തത് ചൽ ബൈഠേ ഛാവ് തലേ. ചൽ ബൈഠേ, വരൂ ഇരിക്കാം. ഛാവ് തലേ, തണലിൽ, തണലിൽ പോയി ഇരിക്കാം. ചൽ ബൈഠേ
ഛാവ് തലേ, ഛാവ് എന്ന് പറഞ്ഞാൽ ഷാഡോ, തണൽ എന്നുള്ള അർത്ഥമാണ്. ദേഖ് വഹാം പേ എന്ന് പറഞ്ഞാൽ ദേഖ് വഹാം പർ എന്നുള്ള അർത്ഥം തന്നെ. അവിടെ നോക്കൂ, ദേഖ് വഹാം പേ. അടുത്തത് വാദാ നിഭാന ഹോഗ സാജൻ തുച്ച്കോ. വാദാ നിഭാന, വാദ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു പ്രോമിസ്, നിഭാന എന്ന് പറഞ്ഞാൽ പാലിക്കുക. വാദ നിഭാന ഹോഗ, വാക്കു പാലിക്കേണ്ടി വരും. സാജൻ തുച്ച്കോ, സാജൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ വിളിക്കുന്നു. തുച്ച്കോ, നിനക്ക് വാക്കു പാലിക്കേണ്ടി വരും. വാദ നിഭാന ഹോഗ സാജൻ തുച്ച്കോ. ഡോലി മേ ബിഠാക്കെ അപ്പനെ ഘർ ലേ ജാ മുച്ച്കോ. ഡോലി മേ ബിഠാക്കെ, ഡോളി എന്ന് പറഞ്ഞാൽ ഈ നോർത്തിലൊക്കെ കല്യാണത്തിനൊരു പല്ലക്കിൽ പോലത്തെ ഒരു സാധനത്തിൽ ഇരുത്തിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡോലി മേ ബിഠാക്കെ, അങ്ങനെ പല്ലക്കിലിരുത്തി. അപ്പനെ ഘർ, സ്വന്തം വീട്ടിൽ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടിൽ. ലേ ജാ മുച്ച്കോ, എന്നെ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോകൂ. ഡോലി മേ ബിഠാക്കെ അപ്പനെ ഘർ ലേ ജാ മുച്ച്കോ, പല്ലക്കിലിരുത്തി എന്നെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോകൂ. ഇത്രയും സെൻറ്റൻസുകളെ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ളതുള്ളൂ. ബാക്കി ആ വലിയ ലെങ്തിയാണത് ആ പാട്ട്. പക്ഷേ അതിൽ ഈ ലൈൻസുകൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്വയം വായിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടാൻ അറിയുന്നവർക്കാണെങ്കിൽ ഈണത്തിൽ പാടാൻ പറ്റും. ഓക്കെ, ഇതെൻ്റെ ഒരു ശ്രമം മാത്രമാണ്. കമൻസിൽ അങ്ങനെ ഒരു അഭിപ്രായം വന്നതുകൊണ്ട് ഞാനൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ഇടാം, ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ഇടാം, അല്ലാത്ത നമ്മൾ നോർമൽ ക്ലാസ് പോലെയുള്ളതും ഇടാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ 1 മുതൽ ഇത്രയും വീഡിയോസായി, അതൊക്കെ വീണ്ടും വീണ്ടും ഒന്ന് കേട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടും. എല്ലാവർക്കും ഹിന്ദി അറിയാം ഏറെക്കുറെ, പക്ഷേ സംസാരിക്കാനുള്ള ഒരു ധൈര്യക്കുറവാണ്. അത് കുറച്ച് നമ്മൾ വീഡിയോസ് ഇങ്ങനെ സ്ഥിരം കേട്ടോണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീട്ടിലുള്ളവരുമായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ തനിയോ ഒക്കെ തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ചെറിയ ചെറിയ സെൻറ്റൻസുകളായിട്ട് തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് വലിയ സെൻറ്റൻസുകൾ പറയാൻ പറ്റും. ആദ്യം ചെറിയ ചെറുതൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ധൈര്യമാകും നമുക്ക് വലുത് പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.